ഗൈസ് ഞാൻ ഒരു കാര്യം കൂടെ പറയട്ടെ. ഒരാളെ പരിചയപ്പെടുത്തുന്ന വീഡിയോ പരിചയപ്പെടാൻ മാത്രമല്ല കുറേ ജോലി വേക്കൻസി മൂപ്പർ എടുത്തിട്ടുണ്ട്. ഇത് ഇസ്മായിൽ ഖാൻ മൂപ്പർ നമ്മുടെ നാട്ടുകാരനാണ്, പാനൂർ സ്വദേശിയാണ്. ഓക്കെ, മൂപ്പർക്ക് ഒരുപാട് പ്രത്യേകതയുള്ള മനുഷ്യനാണ്. മൂപ്പരെ കൂടെ ജോലി ചെയ്യാൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. എന്തുകൊണ്ടാണെന്നറിയാം, നിങ്ങൾക്ക് മൂപ്പർ ചെയ്തൊരു കാര്യമുണ്ട്, അതാരും ചെയ്യാത്തൊരു കാര്യം, പ്രത്യേകിച്ച് യു എയിൽ അങ്ങനെ ചെയ്ത് കേട്ട് ചരിത്രം പോലും എനിക്കില്ല. സംഭവം എന്ന് വെച്ചാൽ മൂപ്പരെ കൂടെ ജോലി ചെയ്യുന്ന 10 വർഷം പൂർത്തിയാക്കിയ ആൾക്കാരെ മാതാപിതാക്കന്മാരെ എല്ലാവരും ദുബൈയിലേക്ക് കൂട്ടിക്കൊണ്ട് ദുബായ് മൊത്തം 10 ദിവസം അല്ലേ ഇത് ബാക്കി നിങ്ങൾ എന്താ 10 ദിവസം ആർക്കെ അത് ഞാന് 1993 ദുബൈയിലുണ്ട്. ഞാൻ 8-9 വർഷം ഞാൻ ജോലി ചെയ്തത്. അപ്പൊ ഈ ജോലി ചെയ്ത എനിക്ക് എന്താണ് ഇതിന്റെ അറിയാലോ. അങ്ങനെ നമ്മളെ കൂടെ 10 വർഷം പൂർത്തിയാക്കിയ ആൾക്കാർക്കെല്ലാം പിന്നെ ഞാനെല്ലാം എൻ്റെ ഉമ്മാനെ കൂടെ കൊണ്ടുവന്ന സമയത്ത് ഞാൻ ഒരുപാട് സന്തോഷിച്ചു. അയാൾ സന്തോഷമായിരിക്കും. ഒന്ന് ആലോചിക്കണം ഗൈസ്, ഒന്ന് ചിന്തിക്കും, ഒരൊറ്റ പോയിന്റ്. അതായത് മൂപ്പർ ചെയ്തെന്നറിയാം. മൂപ്പരെ കൂടെ ജോലി ചെയ്യുന്ന 10 വർഷം പൂർത്തിയാക്കിയ ആൾക്കാർ മാതാപിതാക്കന്മാർ കൊണ്ടുവന്ന കാരണം എന്നറിയാം. മൂപ്പർ ആദ്യം ജോലി ചെയ്യുന്ന സ്ഥലത്ത് കൊണ്ടുവന്നു, ഓരോ ഉപ്പാനിമാനും കൊണ്ടുവന്ന് ആ ഒരു സന്തോഷം മൂപ്പർക്ക് അന്ന് അനുഭവിച്ചത് എൻ്റെ സ്റ്റാഫ് അനുഭവിക്കുന്നിട്ടാണ് മൂപ്പർ എല്ലാവരും കൊണ്ടുവന്നത്. 10-68 ആൾക്കാർ മാതാപിതാക്കന്മാരെ കൊണ്ടുവന്നിട്ട് ദുബായ് മൊത്തം 85 ആൾക്കാർ അതെയാ മൂപ്പര് എല്ലാവരും വന്നു. അപ്പൊ വേറൊരു കാര്യം കൂടി ഉണ്ട്, നിങ്ങൾ വേറൊരു സംഭവം കൂടി ചെയ്തില്ല. എന്താണെന്ന് അറിയാം, എല്ലാവരും പോകുമ്പോൾ വെറും കൈ കൊണ്ട് പറഞ്ഞിട്ടൊന്നുമില്ല, വെട്ടിയും കെട്ടി കൊടുത്തില്ല. പ്രായമുള്ള ആൾക്കാരുടെ കൂടെ ഉമ്മാന്റെ കൂടെ എല്ലാം അവരെ മക്കളുടെ നമ്മൾ ജോലി ചെയ്യുന്നത് ചുറ്റി ലീവ് കൊടുത്തിട്ട് അവർ നാട്ടിൽ പറഞ്ഞു. എന്റെ പൊന്നെ കേസ് ഇതുപോലത്തെ മുതലാളിമാരെ കിട്ടും. ഇതിന്റെ അനുഭവം എനിക്ക് കിട്ടുന്ന വെച്ചാല് ഇവര് വന്ന് തിരിച്ചു പോയല്ലോ. അപ്പൊ ഇവര് എല്ലാവരും വീട്ടിൽ തന്നെ നമ്മൾ ക്ഷണിച്ചിക്ക് അഞ്ചരിയെല്ലാം അവരെ വീട്ടിലേക്ക്. അത് ഓരോ വീട്ടിൽ ചെല്ലുമ്പോഴാണ് അവര് നമ്മളോടുള്ള ഇതൊരു മുതലാളി കേട്ടാ. ഇത് മുതലാളി എന്നാണ് പറയും. മൂപ്പർ ഒത്തിരി സൂപ്പർ മാർക്കറ്റിന്റെ ഓണറാണ്. ഇത് ദുബായിലെ ഒരു ജൂബിലി സൂപ്പർ മാർക്കറ്റ് എന്ന് പറഞ്ഞ ഒരുപാട് സൂപ്പർ മാർക്കറ്റിന്റെ ഓണറാണ് ഇരിക്കുന്നത്. മൂപ്പരാന്ന് എളിമ എന്ന് പറഞ്ഞാൽ ഇതാണ് എളിമ കേസ്, ഇതാണ് എളിമ. മൂപ്പർ ചെയ്തൊരു കാര്യം നല്ലൊരു കേട്ടത്. മൂപ്പർ ഒരുപാട് ചാരിറ്റം ചെയ്യുന്ന ഒരാളാണ് കേട്ടാ. ഇപ്പോൾ സൂപ്പർ മാർക്കറ്റിൽ ഒരുപാട് വേക്കൻസി ചെയ്തിട്ട് തീർച്ചയായും ഞാൻ നിങ്ങളെ അറിയിക്കും. അപ്പോൾ നിങ്ങൾ കോൺടാക്ട് ചെയ്യാം. അടുത്ത വർഷം കൊണ്ടുവരുന്നുണ്ട്. അടുത്ത വർഷം 10 വർഷം പൂർത്തിയാക്കുന്ന ആൾക്കാരുണ്ടാവും. എല്ലാ കൊല്ലം എല്ലാ 10 വർഷം പൂർത്തിയാക്കുന്ന. അടുത്ത വർഷം പല പരിപാടികളുണ്ട്. അതെയാ പൊന്നെ കേസ് ഇതുപോലത്തെ ഒരു മുതലാളിന്റെ ഒപ്പം ജോലി ചെയ്യാന്നെല്ലാം പറഞ്ഞാൽ ഭാഗ്യം വേണം കേട്ടോ, ഭാഗ്യം വേണം. മാത്രമല്ല മൂപ്പര് വേറൊരു ഇന്ന് ആലോചിച്ച് നോക്കണം നിങ്ങൾ. അതായത് മൂപ്പര് കൂടെ ജോലി ചെയ്യുന്ന 10 വർഷം പൂർത്തിയാക്കിയ ആൾക്കാർ മാതാപിതാക്കൾ കൊണ്ടുവരും ദുബായ് കറക്കലും അവരെ പെട്ടി കെട്ടി നാട്ടിലേക്ക് പറഞ്ഞുകൊണ്ട് മാത്രമല്ല മൂപ്പർ ചെയ്തൊരു കാര്യം എന്ന് വെച്ചാൽ മൂപ്പർ അനുഭവിച്ച അവരിത് അല്ല. അതെ അതെ. പക്ഷെ നമുക്കിവിടെ കൊണ്ടുവന്ന തന്നെ പല മീഡിയക്കാരും അവരെല്ലാം എന്താ എനിക്ക് വേറൊന്നല്ല അതെല്ലാം പോട്ടെ, നിങ്ങൾ എല്ലാം പോട്ടെ. ഈ എളിമയാന്ന് ഞാൻ നിൽക്കലില്ല. കാരണം വെച്ചാല് അതിന് അങ്ങനെയില്ല. ഞാനിപ്പോ ഇങ്ങനെ ഫ്രണ്ട് നമ്മളെ ഫ്രണ്ട് എന്നുള്ള നിലക്കാണ് സംസാരിക്കുന്നത്. കാരണം എന്ന് വെച്ചാല് ഇത് നമ്മള് ഞാനിപ്പോ സത്യം പറഞ്ഞ ഞാൻ ഇത് അറിയിക്കാൻ പറ്റും. മൂപ്പരോട് ഒരുപാട് പ്രാവശ്യം പറഞ്ഞു നിങ്ങൾ ആൾക്കാർ അറിയണം എന്തിനറിയാം. മൂപ്പര് അങ്ങ് പറഞ്ഞ എന്റെ വേണ്ട വരുന്ന ഇതും അതായത് ഒരു കൈ കൊടുക്കുന്ന സത്യത്തില് ഇനി അറിയാം. എന്റെ അടുത്ത് ആദ്യം ഒരു നിസാന്റെ വണ്ടിയുണ്ട്. ഞാനത് വിറ്റിക്കില്ല, കൊടുത്തു അല്ല അത് കൊടുത്തു. പിന്നെ ഞാൻ ടൊയോട്ട കൊറോള എടുത്തു. ഞാനൊരു ഒഴിവായ പോലെ അത് ഞാൻ ഇതുവരെ വിറ്റിട്ടില്ല. പക്ഷെ ഞാനുള്ള അടുത്ത കാലത്താണ് എനിക്കിപ്പോ 45 മേലെ സൂപ്പർ മാർക്കറ്റ് ഉണ്ട്, 10-50 ചെറിയ ഗ്രോസറി ഉണ്ട്, പിന്നെ ഒരുപാട്. പിന്നെ എന്റെ വീടിന്റെ ബിൽഡിങ്ങിന് അപ്പുറത്തിന് എന്റെ ബിൽഡിങ് റിയൽ എസ്റ്റേറ്റ് പോകുന്നുണ്ടല്ലോ. പക്ഷെ ഞാൻ ഇപ്പൊ അടുത്താണ് എന്റെ വണ്ടി പോലും ചേഞ്ച് ആക്കിയത്. കാരണം എന്താ വെച്ചാൽ നമ്മളിപ്പോ മൂപ്പര് വേറെ ഞാൻ മനസ്സിലാക്കിയെന്ന് വെച്ചാൽ മൂപ്പർ ഒരു എളിമ അല്ല സംഭവം വെച്ചാൽ ഞാൻ മൂപ്പരോട് നിങ്ങൾ ഇങ്ങനത്തെ ഒരാളാണെങ്കിൽ വീഡിയോ എടുത്തിട്ട് എനിക്ക് 4 ആൾ അറിയിക്കണം. അപ്പൊ മൂപ്പരോട് വേണ്ട അതായത് ഒരു കൈ കൊടുക്കുന്ന മറുകൈ അറിയാൻ പാടില്ല എന്നാണ് മൂപ്പര് തത്വം. പക്ഷെ ഞാൻ പറഞ്ഞു ഇത് അറിയിക്കണം. കാരണം ഇവിടുത്തെ മുതലാളിമാരെ കാണട്ടെ വെച്ചാല് ഇത് ഒന്നുമല്ല, നിങ്ങൾ എല്ലാവരും മാതൃകയാക്കണം. എല്ലാ പ്രവാസി മുതലാളിമാരെ നിങ്ങൾ മാതൃകയാക്കേണ്ട ഒരു പുരുഷനാണ് ഇവിടെ ഇരിക്കുന്നത് ഗൈസ്. ഒന്ന് ആലോചിക്കണം. മൂപ്പര സൂപ്പർ മാർക്കറ്റ് ജോലി എല്ലാവർക്കും താല്പര്യം ഉണ്ടോ? ഇപ്പൊ ഒരുപാട് വേക്കൻസി വരുന്നുണ്ടല്ല. എന്തായാലും നിങ്ങൾ HR നിസാർ നമ്പർ ഞാൻ ഓൾറെഡി ഞാൻ എന്റെ അടുത്തുണ്ട്. നിങ്ങൾ എന്നെ കോൺടാക്ട് ചെയ്താൽ മതി. ഞാൻ എന്തൊക്കെ ജോലി വേക്കൻസി ഉണ്ടെന്ന് അറിയിച്ചു കഴിഞ്ഞാൽ അതുപോലെ ആൾക്കാർക്ക് പറഞ്ഞു ഇഷ്ടംപോലെ ആളാണ് ആവശ്യമാണ്. പുതിയ സൂപ്പർ മാർക്കറ്റ് വരുന്നുണ്ടല്ലോ അല്ലെ. സൂപ്പർ മാർക്കറ്റ് പിന്നെ മറ്റുള്ള സ്ഥാപനങ്ങളിൽ വരുന്നത് സ്റ്റോപ്പ് നല്ല കാര്യം. കാരണം നിങ്ങൾ ഇപ്പൊ ചെയ്യുന്ന ഒരു ഇത് കൊണ്ട് നിങ്ങൾക്കുള്ള ഒരു ഉയർച്ച എന്തായാലും ഇപ്പൊ ഞാൻ അനുഗ്രഹിക്കട്ടെ മൂപ്പർ. എന്താ വെച്ചാൽ ഞാനിപ്പോ ഇപ്പൊ അരിജനാണ് ഇതെല്ലാം നോക്കുന്നത്. ഞാനിപ്പോ നാട്ടിൽ ഇപ്പൊ നമ്മളെ ബാംഗ്ലൂർ ആയാലും ബാംഗ്ലൂർ സ്ഥാപനം ഉണ്ടല്ലോ, വയനാട്ടില് കോഴിക്കോട് കേരളത്തിലും നാട്ടിലും ഗൾഫിലും എല്ലാം സ്ഥാപനമുള്ള ഒരു വ്യക്തിയാണ് എളിമ എന്ന് പറഞ്ഞാൽ. ഇതാണ് എളിമ കേട്ടോ. ഒരു മുതലാളിന്റെ ഒരു ഭാവം കിട്ടില്ല. അത് ഉള്ളവർ നമുക്ക് അങ്ങനെ ആരെയും പൊക്കി പറയാനൊന്നല്ല. ഞാനിപ്പോ ബന്ധങ്ങൾക്ക് ഒരുപാട് വില അർപ്പിക്കുന്നു. എനിക്ക് ഞാൻ നാട്ടിൽ കുറച്ചൊരു എനിക്ക് ജനമൈത്രി പോലീസിന്റെ അവാർഡ് കിട്ടിയ അതെയാ ജനമൈത്രി പോലീസിന്റെ അവാർഡിൽ കിട്ടും. ചാരിറ്റി പ്രവർത്തനമുണ്ട്.
എന്തായാലും വലിയൊരു സംഭവം തന്നെ കേട്ടോ. അതുകൊണ്ട് ഗൈസ് ഞാൻ ഈ മൂപ്പരുടെ സ്ഥാപനത്തിൽ കുറച്ച് വേക്കൻസിയിൽ വരുന്നുണ്ട്. ഇതുപോലത്തെ ഒരു മുതലാളിന്റെ കീഴിൽ ജോലി ചെയ്യാൻ എല്ലാവർക്കും താല്പര്യമുണ്ട്. കാരണം വെച്ചാൽ ഇതുപോലെയെല്ലാം ചെയ്യുന്ന മുതലാളി ഈ അടുത്ത വർഷങ്ങൾ മൂപ്പർ അടുത്ത വർഷം 10 വർഷം പൂർത്തിയാക്കിയ ആൾക്കാരെ ഉമ്മമാരെയും ഉപ്പമാരെയും അതായത് മാതാപിതാക്കന്മാരെ കൊണ്ടുവരുന്നുണ്ട് അല്ലേ? അതെന്നാ പരിപാടി നമ്മളിപ്പം ഡിക്ലെയർ ചെയ്യും. എന്താ പരിപാടി ഡിക്ലെയർ ചെയ്യും. മാത്രമല്ല മൂപ്പർ എന്തെങ്കിലും ഒരു സർപ്രൈസ് ആയിട്ട് വെച്ചിട്ടുണ്ട്. എന്തായാലും ഉണ്ടാവും. ഇപ്പം കുറച്ച് ആൾക്കാർ നമ്മളെ ഈ പരിപാടിനെ മാതൃകയാക്കുന്നുണ്ട്. അത് നല്ല അങ്ങനെ മുതലാളിമാർ കണ്ടുപഠിക്കട്ടെ സ്റ്റാഫിനോട് എങ്ങനെ എന്തെങ്കിലും ചെയ്യണം അല്ലേ? സ്റ്റാഫല്ലേ ഏറ്റവും വലുത്. ഞാൻ ചോദിക്കട്ടെ, ഞാനിപ്പോ ഇവിടെ വന്നിരിക്കുന്നു, എന്റെ എല്ലാ സ്ഥാപനം നടക്കുന്നുണ്ട്, ഞാൻ ഫ്രീ ആയിട്ട് ഏറ്റവും വലിയ എന്റെ കൂടെ നിങ്ങൾ അങ്ങോട്ട് കാണിക്കുന്ന പോലെ ഇങ്ങോട്ടും കാണിക്കാം. ഞാനിതുവരെ ഒരു സ്റ്റാഫിനോട് എന്താക്കിയില്ല. സ്റ്റാഫ് എന്ന് ഞാൻ പറയില്ല, സഹപ്രവർത്തകൻ, അല്ലാണ്ട് സ്റ്റാഫ് എന്ന് പോലും ഞാൻ ഒരു ഉപയോഗിക്കില്ല. അത് നിങ്ങൾ നമ്മളേതെങ്കിലും സ്റ്റാഫിൽ ഞാനിപ്പം പോയപാട് തന്നെ ഞാനിപ്പം നമ്മളെല്ലാം ഒരുപാട് ബംഗാളികളും മറ്റേ നേപ്പാളിൽ ഒരുപാടുണ്ട്. അവർക്കെല്ലാം ഭയങ്കര ഇഷ്ടമായിരിക്കും നമ്മുടെ കാര്യത്തിലും. നമ്മളൊരു മുതലാളി ലുക്കിലില്ല. അതെങ്ങനെയായിരിക്കണം. അപ്പൊ ഇതാണ് പിന്നെ നമ്മളെ സ്റ്റാഫിനെ ഇവിടുന്ന് സലാലെല്ലാം കൊണ്ടേക്കാം, ബസ് പിടിച്ചിട്ട് എല്ലാ സ്ഥലങ്ങളും ഇവിടെ കാണിച്ചു കൊടുത്ത്. ഇനി ഒരുപാട് പരിപാടികൾ വരുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. ഒരു വേറെ രാജ്യത്ത് നമ്മളിപ്പോ അടുത്ത് നമ്മളെ കുടുംബം മൊത്തം എന്റെ ഉമ്മാന്റെ ഫുൾ മക്കള് എല്ലാവരും കൂടിയിട്ട് ഒരു മലേഷ്യൻ ട്രിപ്പ്. ഇപ്പൊ നമ്മളിപ്പോ അടുത്ത് എന്റെ ബാംഗ്ലൂർ ഒരു ബിൽഡിംഗ് ഉദ്ഘാടനം കഴിഞ്ഞ ആഴ്ച. ബാംഗ്ലൂർ HSR നമ്മളെ ആൾക്കാരുണ്ടല്ലോ, എന്റെ പേർക്കുള്ള എന്റെ കംപ്ലീറ്റ് 33 ആളാണ്. എന്റെ ഉമ്മ അടക്കം ഉമ്മ ഉദ്ഘാടനം ചെയ്തു. ഞാൻ അതിന്റെ വീഡിയോ കഴിച്ചു. എന്താ പറയാ, നാട്ടിൽ കുറച്ച് സജീവമായി. കൂടുതൽ നാട്ടിലായിരിക്കും. ഇവിടുത്തെ വ്യത്യാസം എന്തായാലും മൂപ്പർ സ്ഥാപനത്തിൽ ഒരുപാട് വേക്കൻസി വരുന്നുണ്ട്. തീർച്ചയായിട്ടും ഞാൻ അറിയിക്കും. ഓക്കെ, പല വേക്കൻസി പല തരത്തിലുള്ള ജോലികൾ വേക്കൻസി വരുന്നുണ്ട്. തീർച്ചയായിട്ടും അറിയിക്കും. അപ്പൊ ഗൈസ്, ഇതുപോലുള്ളൊരു മുതലാളി കിട്ടും നിങ്ങളും പ്രാർത്ഥിച്ചോ. ഇതുപോലുള്ള മുതലാളിമാർ ആയിരിക്കണം ഇനി. ഓക്കെ, അപ്പൊ സെറ്റ്.